ബിന്ദുവിന്റെ വീടല്ലേ? ബിന്ദു ബിന്ദു ഇല്ലേ? ആരാ? ബിന്ദു അണ്ണാ, ഞാൻ വരുവാ. എന്റെ ബിന്ദു ഒന്ന് വേഗം വാ, നേരം 10 മണിയായി. ആ അച്ഛാ, ഞാൻ എറണാകുളം വരെ പോയിട്ട് വരാം. ചിലപ്പോ നാളെ വരത്തുള്ളൂ. എന്താ ഇവിടെ? മാനം മര്യാദക്ക് മനുഷ്യർ എന്നെ ചേട്ടന്മാരെ ഞാൻ എന്ത് തെറ്റിയതാ നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? പിന്നെ പിള്ള സാറേ, പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പറയുവാ. നിങ്ങൾ എങ്ങനെ കള്ളം കുടിച്ച് നടന്നാ പോരാ. മോള് ഇവിടെ നടത്തുന്ന ബിസിനസ് എന്താണെന്ന് അറിയാവോ? വണ്ടി വരുന്നു, കൂട്ടിക്കൊണ്ട് പോകുന്നു. രാത്രി പകലൊന്നുമില്ലാതെ കൊണ്ടാക്കലും. കുറെ നാളായി തുടങ്ങിയിട്ട്. കുറച്ചുകൂടി കഴിയുമ്പോ ഇവിടെ വീട്ടിൽ തുടങ്ങുമല്ലോ ഇടപാട്. കൽക്കട്ടയിലും ബോംബെയിലും കണക്ക് ഇവിടെ നടക്കത്തില്ല. വേറെ എവിടെയെങ്കിലും പോയി കസ്റ്റമേഴ്സിന് വരാനും പോകാനുള്ള സൗകര്യം ഒരുക്കിക്കോ. എന്റെ പൊന്ന് പിള്ള സാറേ, ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഏർപ്പാട് ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞാൻ പൊയ്ക്കോളാം സാറുമാരെ ഇവിടുന്ന്. എന്തായാലും നിങ്ങൾ പറഞ്ഞ എന്റെ ബിസിനസ് നിർത്താൻ ഞാൻ നോക്കിയ പോലും കഴിയില്ല. കടം കയറി മുടിഞ്ഞ് പട്ടിണിയിലായ ഒരു കുടുംബത്തിനെ കരകയറ്റാൻ കൈ കിട്ടിയതൊക്കെ വിറ്റ് തൊലച്ചു. അന്ന് വീട്ടുകാർക്ക് ഒടുവിൽ വിൽക്കാൻ ഞാൻ മാത്രം ശേഷിച്ചപ്പോ ആരും തടസ്സം പറഞ്ഞില്ല. മാനത്തിന്റെ വിലയേറിയാത്ത കാലത്ത് തുടങ്ങിയതാ ചേട്ടന്മാരെ. ഒന്ന് ജീവിക്കാൻ അനുവദിക്ക്. നിന്റെ പ്രസംഗം കേൾക്കാൻ വന്നതല്ല, ഇന്നുകൊണ്ട് നിർത്തിക്കോണം ഇവിടുത്തെ ഇടപാട്. പോടാ, എന്റെ വീട്ടുമുറ്റത്ത് കയറി ഭരിക്കാൻ വന്നാലുണ്ടല്ലോ കാലിക്കിടക്കുന്ന ചെരുപ്പൂരി അടിച്ച് കാരണം പൊട്ടിക്ക് ഞാൻ. അച്ഛാ, പോയിട്ട് വരാം. അണ്ണാ വാ. വാടാ വാ വാ, ഇനി ആരെങ്കിലും വരട്ടെ ഇങ്ങോട്ട്. സഹിക്കാവുന്നതിനപ്പുറമാണ് കാര്യങ്ങളല്ലേ. ജാതകദോഷമെന്നോ വിധിയെന്നോ പറഞ്ഞ് ആശ്വസിക്കാൻ സാറിന് കഴിയും, ഈ തലമുറയ്ക്ക് കഴിയും. ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ പ്രതികരിച്ചു, സമരം ചെയ്തു. പോലീസുകാരനായിരുന്ന സാറിന് മകൻ ഇന്ന് ജയിലിലാണ്. കുറ്റം മോഷണം. മകള്, ആ കുട്ടി ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇവരെയൊക്കെ ഈ വഴിക്ക് എത്തിച്ചത് ആരാണ്? ആരുടെ മുഖം രക്ഷിക്കാനാണ് സാർ സത്യമുള്ളിലൊതുക്കി മദ്യത്തിൽ അഭയം തേടി സ്വന്തം ജീവിതം പാഴാക്കുന്നത്? സാറിന് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരാൻ ഇവർക്ക് കഴിയും. നടന്ന സത്യം വിളിച്ചു പറയണം സാർ. ചരിത്രം ചരിത്രമായി ഈ നാടറിയട്ടെ. പാതി വഴിയിൽ തകർന്നുപോയെന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തെ എങ്ങനെയാണ് സ്റ്റേറ്റ് തകർത്തതെന്ന് നാടറിയട്ടെ. സത്യം തുറന്നു പറയണം സാർ. വരും തലമുറകളെങ്കിലും സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കട്ടെ. അതിനായി കാലം സാറിനെ നിയോഗിച്ചിരിക്കുകയാണ്. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള. നാരകത്തറ പുത്തൻ വീട്ടിൽ സോമശേഖരൻ പിള്ള മകൻ രവീന്ദ്രൻ പിള്ള. വലിക്കടാ കാഞ്ചി, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തളയും.
സാറേ, രവീന്ദ്രൻ സാറേ. എന്താ വൈകി? ഇറങ്ങാം. ഞാൻ റെഡി. വേണ്ട, നല്ല ലാവളിച്ചുകൊണ്ട്. സന്തതി സൂര്യവംശത്തിനെന്നു വരും മാതാക്കന്മാരോട് ചെന്നെല്ലാമേ ചൊല്ലിടുന്നേ. ഖേദമുണ്ടവർകൾക്കു എന്നെ ഓർത്തിടുന്നേരം സന്ധ്യജിച്ചത് ലോകനായകൻ മമ ഭർത്താ ശ്രീരാമചന്ദ്രൻ. നന്നായി രക്ഷിക്ക ഭൂമണ്ഡലം ധർമ്മത്തോടെ അഗ്രജൻ തന്നെ പരിചരിച്ചിടുക നിത്യം. മായാവി